ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. സോ നമുക്ക് എന്താണ് ഈ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് നോക്കാം. അതിനു മുൻപ് നമുക്ക് ഒരു സ്പോഞ്ചസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇത് ഒരു പോറിഫെറയുടെ സ്ട്രക്ചറാണ്. സോ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന് ഏറ്റവും മുകളിലായിട്ട് ഒരു ലാർജ് ഓപ്പണിംഗ് ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് ഒരുപാട് സ്മോൾ പോഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പോഴ്സ് അതിൻ്റെ ബോഡി മൊത്തം ഉള്ളത് കൊണ്ടാണ് അവരെ പോറിഫെറ, സ്പോഞ്ചസ് അല്ലെങ്കിൽ പോർ ബിയറിംഗ് ഓർഗാനിസംസ് എന്നൊക്കെ വിളിക്കുന്നത്. സോ ഈ ഒരു ഓർഗാനിസത്തിൻ്റെ വെർട്ടിക്കൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് സെൽസ് കാണാൻ പറ്റും. ബിക്കോസ് ഇവർ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരാണ്. അപ്പം ഈ കാണുന്ന ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണ്. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റും ഏറ്റവും പുറമേ നിന്ന് ഏറ്റവും ഉള്ളിലേക്ക് ഒരു നീണ്ടു കിടക്കുന്ന ഒരു ട്യൂബ് ലൈക്ക് സെല്ലുണ്ട്. സോ ഇതിൻ്റെ സെക്ഷൻ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആക്ച്വലി ഇതൊരു പൈപ്പ് പോലെ അല്ലെങ്കിൽ ട്യൂബ് പോലെയുള്ള സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സെല്ലാണ്. ഇങ്ങനെയുള്ള ഓരോ സെൽസിനും നടുക്ക് ഓരോ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതിലൂടെയാണ് വാട്ടർ ഈ ഓർഗാനിസത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഈ ഓപ്പണിങ്ങിനെയാണ് ഓസ്റ്റിയ എന്ന് പറയുന്നത്. ഓസ്റ്റിയ മീൻസ് പോഴ്സ്. ഇങ്ങനെ ഈ ഓർഗാനിസത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന വാട്ടർ പുറത്തേക്ക് പോകുന്നത് ഓസ്ക്യുലം എന്ന് പറഞ്ഞിട്ടുള്ള ലാർജ് ഓപ്പണിങ്ങിലൂടെയാണ്. അത് ഏറ്റവും മുകളിലായിട്ടാണ് കാണുന്നത്. അപ്പം ഇതിൻ്റെ നടുക്ക് വരുന്ന ഈ ലാർജ് ക്യാവിറ്റിയാണ് സ്പോഞ്ചോസീൽ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് പോറിഫെറയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും നടക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഈ